അപ്പം നമ്മൾ ഈ പെരുമഴയത്തൊരു സംഭവം അങ്ങോട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും, ഇടിവെട്ടിൻ്റെ ഒക്കെ. അപ്പോൾ പെട്ടെന്ന് ഒരു സാധനം കാണിച്ചു തരാം. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്നപ്പോൾ അപ്ലോഡ് ചെയ്ത് കാണുകയെന്ന് അറിയില്ല, നാളെ കാണും. ആ, ഇത് നമ്മുടെ അമ്മയുടെ ഒരു 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ്. ഞങ്ങൾ ഒരുമിച്ച് 5 വർഷം പഠിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ചെറിയ ഓട്ടോഗ്രാഫിൽ എഴുതിയ തീരില്ല, അത്രയും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ശ്രീശാന്തിയിൽ പഠിച്ച ആ വർഷത്തെ സംഭവം അമ്മയുടെ റെക്കോർഡാണ്. അല്ല, റെക്കോർഡ് ഓട്ടോഗ്രാഫ് കണ്ടില്ലേ ലാലേട്ടൻ അന്നേ പ്രാന്ത. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ച ഫോട്ടോയാണ്. ഇതിലിനി ഫ്രണ്ട്സൊക്കെ ഒട്ടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് വായിക്കുന്നതൊക്കെ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ട്സ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെക്കുറിച്ച് എഴുതിയ വരികളാണ് ഇതൊക്കെ. എടാ ലാലേട്ടൻ്റെ അന്നത്തെ ഫേമസ് ഡയലോഗ് സവാരിഗിരി. അങ്ങനെ രാവണ പ്രഭുവിലെ ഇതൊക്കെ ആയിട്ട് ഇതൊക്കെ അംബിക ഒട്ടിച്ചെന്ന് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സാണേ. പിന്നെ ഇനിയുണ്ട്. എല്ലാവരും ലാലേട്ടനോടുള്ള അതിരറ്റൊഴുകുന്ന സ്നേഹത്തിൻ്റെ ഒരു കാൽഭാഗമെങ്കിലും എനിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ എഴുതിയിരിക്കണം എൻ്റെ ഫ്രണ്ട്സ്. അന്നൊരു ലാലേട്ടനോടുള്ള ഒരു ഭ്രാന്തായിരുന്നു കേട്ടോ. ലാലാകുന്നു നിന്റെ മനസ്സ്, അത് മനോഹരമാകുന്നു നിന്റെ മോഹൻലാൽ. അമ്മേ, അപ്പം അമ്മ എന്തൊക്കെ കാട്ടിക്കൂട്ടിണ്ടാവും. ഹൈമാൻഡിയുടെ ഒക്കെ ഡ്രസ് ഉണ്ടല്ലോ. ഫുള്ളായിട്ട് 2 സൈഡും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാണിക്കാന്ന് വെച്ചാൽ കുറേ സമയം പിടിക്കും. ഇതിപ്പോ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ളത് 2-3 പാർട്ട് ഇടേണ്ടി വരും. ഇപ്പോൾ ഷോർട്ടായിട്ട് ഇപ്പോൾ ലോങ്ങായി. ഇത് ശർമ്മിഷ്ഠ എനിക്ക് തന്നതാ, ഹരികൃഷ്ണൻസിലെ. ഇത് അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടി. പിന്നെ അന്നത്തെ സമയത്ത് വാലന്റൈൻസ് ഡേക്കൊക്കെ ഇങ്ങനെ പേപ്പറിൽ വരും. അപ്പം അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം അന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ഇതിലൊക്കെ കുറേ പേര് മോഹൻലാലിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ഓരോന്നിങ്ങനെ എഴുതി തന്നിരിക്കുന്നു. ഇനി ലാസ്റ്റ് പേജിൽ ലാലേട്ടൻ്റെ ഫോട്ടോ ഇതേന ഇനിയുണ്ട് കേട്ടോ. അത് അജിഷ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. ഞാൻ മറിക്കട്ടെ. ഇത് ആതിര എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടിയാട്ടാ. പ്രണവുമാണ്. അവർ 2 പേരുടെ ഞാൻ മാസികയിലൊക്കെ വരുന്നതൊക്കെ വെട്ടിയിട്ട് അവരെനിക്ക് ഒട്ടിച്ചെന്നതാണ്. പിന്നെ ഇനി ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വിസ്മിത. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചൊരു കത്താണ് കേട്ടോ. 10th കഴിഞ്ഞ് വന്നപ്പോൾ 20 വർഷം കഴിഞ്ഞ് അങ്ങനെ ഇതൊക്കെയാണ് അരികെല്ലാം 20 വർഷത്തെ പഴക്കം കൊണ്ട് പൊടിഞ്ഞു പോണു.